സുഹൃത്തുക്കളെ, ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിൽ ഒരു വമ്പൻ വഴിത്തിരിവ് വരാൻ പോകുന്നു. അതിൻ്റെ പേര് പ്രൊജക്ട് 18. ഇതൊരു സാധാരണ ഡിസ്ട്രോയർ പ്രൊജക്റ്റ് അല്ല. ഇന്ത്യയുടെ നെക്സ്റ്റ് ജനറേഷൻ സ്റ്റെൽത്ത് ഡിസ്ട്രോയർ പ്രോഗ്രാമാണ്. ഓപ്പൺ സോഴ്സ് റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ 12ഓളം ഹെവിലി ആംഡ് ആയിട്ടുള്ള ക്രൂയിസർ സൈസ് യുദ്ധക്കപ്പലുകൾ സ്വന്തമാക്കാൻ ആലോചിക്കുന്നു. ഇവിടെ ആദ്യം ഒരു കാര്യം വ്യക്തമായിട്ട് പറയണം. പ്രൊജക്ട് 18ൻ്റെ ഫൈനൽ ഒഫീഷ്യൽ സ്പെസിഫിക്കേഷനുകൾ ഇനിയും പുറത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് 114 VLSLകളാണോ അതോ 144 VLSLകളാണോ, കൃത്യമായ റഡാർ റേഞ്ച് എത്രയാണ്, ഇതെല്ലാം ഇപ്പോൾ എക്സ്പെക്റ്റഡ് ഫിഗേഴ്സ് മാത്രമാണ്. പക്ഷേ നമ്മുടെ ഡയറക്ഷൻ വളരെ ക്ലിയർ ആണ്. ഇന്ത്യ ഇനി ഒരു സാധാരണ ഡിസ്ട്രോയർ അല്ല, ചൈനയുടെ ടൈപ്പ് 055ന് കൃത്യമായി മറുപടി നൽകാൻ കഴിയുന്ന ഒരു ഹെവി സർഫസ് കോമ്പാറ്റൻ്റ് ആണ് തയ്യാറാക്കുന്നത്. സുഹൃത്തുക്കളെ നമസ്കാരം, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ത്യക്കുള്ള വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകൾ ഏകദേശം 7500 ടൺ ക്ലാസ് യുദ്ധക്കപ്പലുകളാണ്. എന്നാൽ പ്രൊജക്ട് 18 ഏകദേശം 11,000 മുതൽ 13,000 ടൺ വരെ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള ക്രൂയിസർ സൈസ് വാർഷിപ്പ് ആകുമെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് പ്രൊജക്ട് 18 ഇപ്പോഴത്തെ ഇന്ത്യൻ ഡിസ്ട്രോയറുകളെക്കാളും വളരെ വലുതായിരിക്കും. വലിപ്പം കൂടുമ്പോൾ ഇതിൽ കൂടുതൽ മിസൈലുകൾ വഹിക്കാം, കൂടുതൽ കരുത്തുള്ള റഡാറുകളും സെൻസറുകളും സ്ഥാപിക്കാം, കൂടുതൽ ഇന്ധനവും സപ്ലൈസും സൂക്ഷിക്കാം. തന്മൂലം ദൂരെയുള്ള സമുദ്രങ്ങളിൽ കൂടുതൽ ദിവസം തങ്ങി നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. അതുപോലെ കപ്പലിനുള്ളിൽ അത്യാധുനിക കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളും ഉൾപ്പെടുത്താം. പ്രൊജക്ട് 18ൻ്റെ ഏറ്റവും വലിയ ആകർഷണം അതിൻ്റെ മിസൈൽ ഫയർ പവർ തന്നെയാണ്. ഇതിൽ 114 മുതൽ 144 വരെ VLSLകൾ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്താണ് ഈ VLSLകൾ? വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ ഡെക്കിനടിയിലായിട്ട് മിസൈലുകൾ ലംബമായിട്ട് സൂക്ഷിക്കുകയും അവിടെ നിന്ന് തന്നെ മുകളിലേക്ക് വിക്ഷേപിക്കുകയും ചെയ്യുന്ന ട്യൂബുകളാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ കപ്പലിൻ്റെ മിസൈൽ സ്റ്റോറേജ് ആൻഡ് ഫയറിംഗ് സിസ്റ്റം. കൂടുതൽ VLSLകൾ ഉള്ളതുകൊണ്ട് ഒരേതരം മിസൈലുകൾ മാത്രമല്ല കപ്പലിൽ സൂക്ഷിക്കുക. മിഷൻ്റെ സ്വഭാവം അനുസരിച്ച് ആൻറ്റി ഷിപ്പ് മിസൈലുകൾ, ലാൻഡ് അറ്റാക്ക് ക്രൂസ് മിസൈലുകൾ, എയർ ഡിഫൻസ് മിസൈലുകൾ, ആൻറ്റി സബ്മറീൻ ആയുധങ്ങൾ, ഇതെല്ലാം മിക്സ് ചെയ്ത് ലോഡ് ചെയ്യാം. അതിനർത്ഥം പ്രൊജക്ട് 18 ഒരു സിംഗിൾ റോൾ കപ്പലല്ല. ഇതിന് ഒരേ സമയം ശത്രു കപ്പലുകളെ അകലെ നിന്ന് സ്ട്രൈക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ശത്രുവിൻ്റെ വിമാനങ്ങളെയും മിസൈലുകളെയും ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, കരയിലെ ലക്ഷ്യങ്ങളെ കടലിൽ നിന്ന് ഹിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, സമുദ്രത്തിൻ്റെ അടിയിലെ അന്തർവാഹിനികളെയും ഹണ്ട് ചെയ്യാം. അതുകൊണ്ടാണ് പ്രൊജക്ട് 18നെ ഒരു ഫ്ലോട്ടിംഗ് മിസൈൽ ഫോർട്രസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ പ്രൊജക്ട് 18ൻ്റെ യഥാർത്ഥ ഗെയിം ചേഞ്ചർ റോള് കേവലം ഫയർ പവർ മാത്രമല്ല, അതിൻ്റെ യഥാർത്ഥ പ്രസക്തി ഫ്ലീറ്റ് പ്രൊട്ടക്ഷൻ, അതായത് കപ്പൽ വ്യൂഹത്തിൻ്റെ സംരക്ഷണമാണ്. ഇന്നത്തെ നാവിക യുദ്ധങ്ങൾ പഴയതുപോലെ കപ്പലുകൾ തമ്മിൽ നേരിട്ടുള്ള പോരാട്ടം മാത്രമല്ല. ഇന്ന് ആക്രമണം വരുന്നത് പല ദിശകളിൽ നിന്നാണ്. എയർക്രാഫ്റ്റുകൾ, ഡ്രോണുകൾ, ക്രൂസ് മിസൈലുകൾ, അന്തർവാഹിനികൾ, കൂടാതെ സാറ്റലൈറ്റ് ടാർഗറ്റിംഗ് വഴിയുള്ള ലോങ് റേഞ്ച് മിസൈലുകൾ എല്ലാം ഇതിൽപ്പെടും. അതുകൊണ്ട് മോഡേൺ നേവിക്ക് ശക്തമായൊരു കവചം വേണം. നമ്മുടെ INS വിക്രാന്ത് പോലെയുള്ള എയർക്രാഫ്റ്റ് കാരിയറുകൾ ഒറ്റയ്ക്കല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനു ചുറ്റും ഡിസ്ട്രോയറുകൾ, ഫ്രിഗേറ്റുകൾ, സബ്മറീനുകൾ, ഹെലികോപ്റ്ററുകൾ, സപ്ലൈ കപ്പലുകൾ, ഇതെല്ലാം ചേർന്ന് ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടാവും. ഇതാണ് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ്. ലളിതമായിട്ട് പറഞ്ഞാൽ എയർക്രാഫ്റ്റ് കാരിയറിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഫ്ലോട്ടിംഗ് ആർമി. പ്രൊജക്ട് 18 ഈ കരിയർ ബാറ്റിൽ ഗ്രൂപ്പിൻ്റെ പ്രധാന ഡിഫൻസ് ഷീൽഡ് ആയിരിക്കും. ഇതിൻ്റെ അഡ്വാൻസ്ഡ് റഡാർ ദൂരെയുള്ള ഭീഷണികൾ മുൻകൂട്ടി കണ്ടെത്തുകയും ലോങ് റേഞ്ച് മിസൈലുകൾ വഴി അവയെ ദൂരെ വെച്ച് തന്നെ തകർക്കുകയും ചെയ്യും. ഭാവിയിൽ ലേസർ ആയുധങ്ങൾ പോലെയുള്ള ഡയറക്റ്റഡ് എനർജി വെപ്പണുകളും കൂടി വരുമ്പോൾ പ്രൊജക്ട് 18 ഫ്യൂച്ചർ വാർഫെയറിനും പൂർണ്ണ സജ്ജമാകും. ഇവിടെയാണ് ഇൻ്റഗ്രേറ്റഡ് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ വളരെ പ്രധാനമാകുന്നത്. എന്താണ് ഇൻ്റഗ്രേറ്റഡ് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ? ഇതൊരു സാധാരണ എൻജിൻ സിസ്റ്റം മാത്രമല്ല. ഇതിലെ മെയിൻ എൻജിൻ വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ആ പവർ ഉപയോഗിച്ച് കപ്പൽ ഓടിക്കുക മാത്രമല്ല, കപ്പലിലെ ഭീമൻ റഡാറുകൾക്കും ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾക്കും ഭാവിയിൽ വരാൻ പോകുന്ന ലേസർ ആയുധങ്ങൾക്കും ഒരേ സമയം പവർ നൽകും. ചുരുക്കത്തിൽ ഈ കപ്പൽ ഒരു ഫ്ലോട്ടിംഗ് പവർ സ്റ്റേഷൻ പോലെ പ്രവർത്തിക്കും. ഇനി സമുദ്രത്തിനടിയിലെ ഭീഷണികൾ നോക്കാം. ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നിരന്തരം അന്തർവാഹിനികൾ അയക്കുന്നുണ്ട്. പാകിസ്ഥാൻ ചൈനീസ് സഹായത്തോടെ അവരുടെ നേവി മോഡേണൈസ് ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് അഡ്വാൻസ്ഡ് ആൻറ്റി സബ്മറീൻ വാർഫെയർ ശേഷി നിർണായകമാണ്. പ്രൊജക്ട് 18 മൾട്ടി റോൾ ഹെലികോപ്റ്ററുകൾ,
അഡ്വാൻസ്ഡ് സോണാറുകൾ, അണ്ടർ വാട്ടർ ഡ്രോണുകൾ, ഇതിനോടൊപ്പം സ്മാർട്ട് വെപ്പൺ സിസ്റ്റം ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഉള്ള സാധ്യതയുണ്ട്. എന്താണ് ഈ സ്മാർട്ട് സിസ്റ്റം? സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് റിലീസ് ഓഫ് ടോർപിഡോ എന്നത് ഒരു മിസൈൽ അസിസ്റ്റഡ് ടോർപിഡോ സംവിധാനമാണ്. സാധാരണ ടോർപിഡോകൾ വെള്ളത്തിനടിയിലൂടെയാണ് സഞ്ചരിക്കുക, അതിന് റേഞ്ച് കുറവാണ്. എന്നാൽ സ്മാർട്ട് സിസ്റ്റത്തിൽ ഒരു മിസൈൽ ആദ്യം ഈ ടോർപിഡോയെ വഹിച്ച് ശത്രു സബ്മറീനുള്ള ദൂരെയുള്ള പ്രദേശത്തേക്ക് പറക്കും. അവിടെ വെച്ച് ടോർപിഡോ വെള്ളത്തിലിറങ്ങി സബ്മറീനെ ലോക്ക് ചെയ്ത് തകർക്കും. ഇത് ഇന്ത്യൻ നേവിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് നൽകും. കാരണം ശത്രു അന്തർവാഹിനി കപ്പലിൻ്റെ അടുത്തെത്തുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കപ്പൽ, ഹെലികോപ്റ്റർ, P-8I വിമാനങ്ങൾ എന്നിവയിൽ നിന്നുള്ള ഡേറ്റ ഉപയോഗിച്ച് ശത്രുവിനെ വളരെ ദൂരെ വെച്ച് തന്നെ നേരിടാം. അതുകൊണ്ട് പ്രൊജക്ട് 18 ഉപരിതലത്തിൽ മാത്രമല്ല സമുദ്രത്തിൻ്റെ അടിയിലും മാരകമായിരിക്കും. ഇനി നമുക്ക് ചൈന ഫാക്ടറും ഈ 12 കപ്പലുകളുടെ തന്ത്രവും കൂടി ഒന്ന് പരിശോധിക്കാം. ചൈനയുടെ ടൈപ്പ് 055 റെൻഹായ് ക്ലാസ് ക്രൂസർ നിലവിൽ ലോകത്തിലെ ഏറ്റവും പവർഫുൾ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ്. 12,000 മുതൽ 13,000 ടൺ വലിപ്പവും 112 VLS സെല്ലുകളും ദൂരവ്യാപക ശേഷിയുള്ള റഡാറുകളുമുള്ള ഈ കപ്പലാണ് ചൈനീസ് കരിയർ ഗ്രൂപ്പുകളുടെ ബാക്ക് ബോൺ. ഇതിനൊരു കൃത്യമായ മറുപടിയാണ് പ്രൊജക്ട് 18. ഇത് ചൈനയുടെ കോപ്പിയല്ല, ഇന്ത്യയുടെ ജിയോഗ്രാഫിക്കും ഇന്ത്യൻ ഓഷ്യൻ സ്ട്രാറ്റജിക്കും ബ്രഹ്മോ സ്ട്രൈക്ക് ഡോക്ട്രീനും അനുസരിച്ച് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ആയുധമാണ്. ചുരുക്കത്തിൽ ടൈപ്പ് 055 ചൈനയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ പ്രൊജക്ട് 18 ഇന്ത്യയുടെ റിപ്ലൈ ആയിരിക്കും. ഇവിടെ 12 കപ്പലുകൾ വരെ നിർമ്മിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഒരു പവർഫുൾ കപ്പൽ ഹെഡ്ലൈൻ ഉണ്ടാക്കും, പക്ഷേ 12 കപ്പലുകൾ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കും. എല്ലാ കപ്പലുകളും ഒരേ സമയം കടലിൽ ഉണ്ടാകില്ല. ചിലത് മെയിൻ്റനൻസിലും ചിലത് ട്രെയിനിങ്ങിലുമായിരിക്കും. അതുകൊണ്ട് ഇന്ത്യക്ക് യഥാർത്ഥ ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇത്ര എണ്ണം അത്യാവശ്യമാണ്. ഇത്രയും കപ്പലുകൾ ഉണ്ടായാൽ അറേബ്യൻ സമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും ഒരേ സമയം ശക്തമായ സാന്നിധ്യം നിലനിർത്താനും മലാക്ക സ്ട്രൈറ്റ് പോലെയുള്ള തന്ത്രപ്രധാന മേഖലകളിൽ പ്രഷർ ചെലുത്താനും ഇന്ത്യക്ക് സാധിക്കും. ഇതാണ് യഥാർത്ഥ മാരിടൈം ഡോമിനൻസ്. പ്രൊജക്ട് 18 വിജയിച്ചാൽ ഇന്ത്യക്ക് പ്രധാനമായിട്ട് 3 നേട്ടങ്ങളാണ് ലഭിക്കുക. ഒന്നാമത്തേതാണ് കരിയർ പ്രൊട്ടക്ഷൻ. നമ്മുടെ INS വിക്രാന്തും ഭാവി കരിയറുകളും കൂടുതൽ സുരക്ഷിതമാകും. രണ്ടാമതായിട്ട് ചൈന ഡിറ്ററൻസ്. ഡിറ്ററൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു ആക്രമിക്കുന്നതിന് മുമ്പ് 2 തവണ ചിന്തിക്കേണ്ട അവസ്ഥ സൃഷ്ടിക്കുക എന്നാണ്. ഈ കപ്പലുകൾ വരുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയ്ക്ക് ഫ്രീ ഹാൻഡ് ലഭിക്കില്ല. മൂന്നാമതായിട്ട് ആത്മനിർഭർ ഭാരത്. നേവിയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ, MDL, GRSC, DRDO, BEL, ബ്രഹ്മോസ് എയർ സ്പേസ് എന്നിവർ ചേർന്ന് ഇന്ത്യയെ ഒരു ടോപ്പ് ടയർ കപ്പൽ നിർമ്മാണ രാജ്യമാക്കി മാറ്റും. ഇത് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നതല്ല, ഇന്ത്യ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് നിർമ്മിക്കുന്ന കപ്പലാണ്. പക്ഷെ വെല്ലുവിളികളും ചെറുതല്ല സുഹൃത്തുക്കളെ. ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം സമയബന്ധിതമായിട്ട് വികസിപ്പിക്കണം. ലോങ് റേഞ്ച് നേവൽ മിസൈലുകൾ റെഡിയാക്കണം. കൂടാതെ കോസ്റ്റ് കൺട്രോളും ഡിസൈൻ ഫ്രീസിങ്ങും കൃത്യമായിട്ട് നടക്കണം. എല്ലാം ഒരേ സമയം കപ്പലിൽ കുത്തി നിറയ്ക്കാൻ നോക്കിയാൽ പ്രൊജക്റ്റ് വൈകും. അതുകൊണ്ട് ആദ്യ ബാച്ചിൽ അത്യാവശ്യ സാങ്കേതിക വിദ്യകളും അടുത്ത ബാച്ചുകളിൽ ലേസർ സിസ്റ്റംസ്, ഹൈപ്പർസോണിക് കമ്പാറ്റബിലിറ്റി പോലെയുള്ള അപ്ഗ്രേഡുകളും കൊണ്ടുവരുന്ന ഫേസ്ഡ് അപ്രോച്ചാണ് ഇന്ത്യ സ്വീകരിക്കേണ്ടത്. പ്രൊജക്ട് 18 നൽകുന്ന യഥാർത്ഥ സന്ദേശം ലളിതമാണ്. ഇന്ത്യ ഇനി വെറും ഒരു കോസ്റ്റൽ ഡിഫൻസ് മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന രാജ്യമല്ല, ഇതൊരു ട്രൂ ബ്ലൂ വാട്ടർ നേവിയായിട്ട് മാറുകയാണ്. അപ്പം നിങ്ങൾ ചോദിക്കുക, എന്താണ് ഈ ബ്ലൂ വാട്ടർ നേവി? സ്വന്തം തീരപ്രദേശത്ത് മാത്രം ഒതുങ്ങാതെ ആഗോളതലത്തിൽ ദൂരെയുള്ള ആഴക്കടലുകളിലും ശക്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ശേഷിയുള്ള വൻകിട നാവികസേനകളെയാണ് ബ്ലൂ വാട്ടർ നേവി എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈന പ്രഷർ കൂട്ടുമ്പോൾ ഇന്ത്യ മറുപടി നൽകുന്നത് പ്രസംഗങ്ങൾ കൊണ്ടല്ല, ഷിപ്പ് യാർഡുകൾ കൊണ്ടാണ്, മിസൈലുകൾ കൊണ്ടാണ്, തദ്ദേശീയ സാങ്കേതിക വിദ്യ കൊണ്ടാണ്. ഈ പ്രൊജക്റ്റ് വിജയിക്കുന്നതോടെ ഇന്ത്യൻ സമുദ്രത്തിലെ പവർ ബാലൻസ് പൂർണ്ണമായിട്ടും മാറും. ചൈന ടൈപ്പ് 055 കൊണ്ട് സിഗ്നൽ നൽകിയപ്പോൾ ഇന്ത്യ പ്രൊജക്ട് 18 കൊണ്ട് അതിശക്തമായ മറുപടിക്ക് തയ്യാറെടുക്കുകയാണ്. ഇന്ത്യയുടെ സന്ദേശം ലളിതമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ വരുമ്പോൾ ഇന്ത്യയെ മറികടക്കാൻ ആരും നോക്കണ്ട. ഇതാണ് പ്രൊജക്ട് 18, ഇന്ത്യയുടെ അടുത്ത സമുദ്ര സിംഹം. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല ഡിഫൻസ് വീഡിയോകളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.